ഇനി എം കെ ഷുക്കൂറിലേക്ക് പോവുകയാണ്. ഷുക്കൂർ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത് ഇതാണ്, നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്, സമയപരിധി അവസാനിക്കാൻ. അങ്ങനെയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ മറ്റൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തി പ്രചാരണം സജീവമാക്കി മുന്നോട്ട് പോവുക എന്നുള്ളൊരു നീക്കമായിരിക്കും തീർച്ചയായും LDFന്റെ ഭാഗത്തും ഉണ്ടാവുക. ആന്റണി രാജുവിന്റെ ഇനി അടുത്ത നീക്കം എങ്ങനെയാണ്? എന്തെങ്കിലും അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും സൂചന ലഭിക്കുന്നുണ്ടോ? എന്തെങ്കിലും പ്രതികരണം അറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? അദ്ദേഹം കേരള രാഷ്ട്രീയത്തിലെ ഒരു സജീവമായ പ്രവർത്തകൻ എന്ന രീതിയിൽ സ്വാഭാവികമായും ഈ കേസിൽ നിന്ന് അദ്ദേഹത്തിന് പുറത്തു വരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം സ്ഥാനാർത്ഥിയാകുമോ ഇല്ലയോ എന്നുള്ളതിനേക്കാൾ പ്രധാനം ഈ കേസിൽ നിന്ന് അദ്ദേഹത്തിന് ഊരിപ്പോരുക എന്നുള്ളതാണ്. വിചാരണ കോടതി അദ്ദേഹത്തിന് വിധിച്ച 3 വർഷത്തെ ശിക്ഷ അടക്കമുള്ള കാര്യങ്ങളിൽ ശിക്ഷ നടപ്പാക്കുന്നത് മാത്രമാണ് നിലവിൽ സ്റ്റേ ചെയ്തിട്ടുള്ളത്. ശിക്ഷാവിധി ആ ശിക്ഷ ഹൈക്കോടതി മരവിപ്പിക്കാനോ സെഷൻസ് കോടതി മരവിപ്പിക്കാനോ മറ്റോ തയ്യാറായിട്ടില്ല. അതിനുവേണ്ടിയാണ് അദ്ദേഹം ഹൈക്കോടതിയിലെത്തിയത്. ആ ഹൈക്കോടതിയിലെത്തിയത് പോലും അദ്ദേഹം തൽക്കാലം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അയോഗ്യത ഇല്ലാതിരിക്കുക എന്നൊരു കാര്യം മാത്രമാണ് നിലവിൽ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഹർജിയിലുള്ളത്. മറിച്ച് ഈ കേസ് തന്നെ ഇല്ലാതാക്കുക, അല്ലെങ്കിൽ കേസിനെ തന്നെ ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്ത് അതിനെ തള്ളിക്കളയിക്കുക എന്നൊരു ലക്ഷ്യം സ്വാഭാവികമായും അദ്ദേഹത്തിനുണ്ടാകും. അതിനുവേണ്ടിയുള്ള ശക്തമായ നിയമ പോരാട്ടം അദ്ദേഹം നടത്തും. കാരണം അദ്ദേഹം കൂടി ഒരു അഭിഭാഷകനാണ്. ഈ കേസ് 1990-ൽ തുടങ്ങിയ കേസാണ്. ദീർഘമായ ഒരു പോരാട്ട ചരിത്രം, സ്വാഭാവികമായും നീതിന്യായ സംവിധാനത്തിന് മുന്നിൽ ദീർഘമായ ഒരു വ്യവഹാരം നടത്തിയതിൻ്റെ ഒരു ചരിത്രം അദ്ദേഹത്തിനുണ്ട്. ഈ കേസിൻ്റെ വാദത്തിനിടയിൽ അദ്ദേഹത്തിന് അനുകൂലമായ ചില പരാമർശങ്ങൾ ജഡ്ജിമാർ നടത്തുകയും ചെയ്താണ്. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിന് ഇനിയും പ്രതീക്ഷയ്ക്ക് വകയുണ്ടാകാം. പക്ഷേ ഈ ടൈം ലിമിറ്റിൽ, അതായത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയത്തിനകത്ത് അദ്ദേഹത്തിന് വീണ്ടും ഒരു റിലീഫ് ഹൈക്കോടതിയിൽ നിന്ന് കിട്ടുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ഒരു റിലീഫ് കിട്ടുന്നത് വരെ LDF നേതൃത്വം കാത്തു നിൽക്കാനുള്ള സാധ്യത കുറവാണ്. കാരണം പ്രചാരണത്തിന് അല്ലെങ്കിൽ തന്നെ വളരെ കുറച്ച് സമയമേ ഉള്ളൂ. 25 ദിവസത്തിൽ താഴെ സമയം മാത്രമാണ് ഇനിയുള്ളത്. ആ സമയത്തിനുള്ളിൽ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു വിധി വരുന്നത് വരെ കാത്തു നിന്ന് നോമിനേഷൻ വൈകിപ്പിക്കാനോ അത്തരമൊരു സങ്കീർണതയിലേക്ക് LDF നേതൃത്വം പോകാൻ സാധ്യതയില്ല. എങ്കിൽ പോലും ആന്റണി രാജു ഹൈക്കോടതിയെ വീണ്ടും സമീപിച്ച് ക്ലീനായി പുറത്തു വരാനുള്ള അദ്ദേഹത്തിൻ്റെ പരിശ്രമം തുടരും. സ്വാഭാവികമായും അദ്ദേഹത്തിന് നിയമോപദേശമെല്ലാം ഇപ്പോൾ തന്നെ കിട്ടിയിരിക്കും. ഒരുപക്ഷെ ഇന്ന് തന്നെ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിലേക്ക് അദ്ദേഹം പോകും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ അടിയന്തര പ്രാധാന്യത്തോടെ അദ്ദേഹത്തിന്റെ കേസ് എടുക്കാനുള്ള ഒരു സാധ്യത അത് എത്രത്തോളമാണ്? തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലൊരു തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? അത്തരം കാര്യങ്ങളെല്ലാം ജഡ്ജിയുടെ ഒരു വിവേചനാധികാരത്തിൽ പെട്ടതാണ്. എങ്കിൽ പോലും ഒരു അടിയന്തര സാഹചര്യത്തോടു കൂടി ഈ കേസ് പരിഗണിക്കേണ്ടതുള്ളൂ എന്നുള്ളത് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്ന സാഹചര്യത്തിൽ ഹൈക്കോടതിയുടെ സുപ്രധാനമായ ഒരു തീരുമാനമായിരിക്കും. അടിയന്തര പ്രാധാന്യത്തോടുകൂടി ഈ കേസ് പരിഗണിക്കണമെന്നാണ് കോടതി തീരുമാനിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് അപ്പോൾ തന്നെ ആശ്വസിക്കാവുന്നതാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിന് റിലീഫ് കിട്ടിയേക്കാം. അടിയന്തര പ്രാധാന്യത്തോടുകൂടി കേസ് പരിഗണിക്കുമോ ഇല്ലയോ എന്നുള്ളത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അദ്ദേഹത്തിന് ഒരുപക്ഷെ ഇന്ന് തന്നെ അക്കാര്യത്തിൽ കോടതിക്ക് മുന്നിൽ എത്താൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ അത്ഭുതങ്ങൾ സംഭവിച്ചിരിക്കാം. കാരണം അപ്പീലുമായി മുന്നോട്ട് പോകാനാണ് ഇന്ന് തന്നെ അപ്പീൽ നൽകാനുള്ള ഒരു തീരുമാനമാണ് ആന്റണി രാജുവിന്റെ ഭാഗത്തും ഉണ്ടാവുക എന്നാണ് അറിയുന്നത്. അടിയന്തര പ്രാധാന്യത്തോടെ ഈ കേസ് കോടതി എടുക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സെയ്ഫ് സെനുലാബ്ദിനിലേക്ക് കൂടി പോവുകയാണ്. സെയ്ഫ്, ഇനി ഏതായാലും ഈ കുറഞ്ഞ ദിവസത്തിനുള്ളിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ കുറഞ്ഞ ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. അതിനുള്ളിൽ ഒരു മേൽക്കോടതി അല്ലെങ്കിൽ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ച് അപ്പീൽ നൽകി അതിലൊരു അനുകൂല വിധി ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞത് ഒരു വലിയ വെല്ലുവിളി തന്നെയാണ്. അത്രത്തോളം കാത്തിരിക്കാൻ LDF തയ്യാറാകുമെന്ന് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ ആന്റണി രാജുവുമായി എങ്ങനെയാണ് LDF സംസാരിക്കുന്നത്? നേതൃത്വം എങ്ങനെ സംസാരിക്കുന്നു? അവിടെ എന്തൊക്കെ നീക്കങ്ങളാണ് നടക്കുന്നത്? ആന്റണി രാജുവുമായി CPM നേതൃത്വം സംസാരിക്കുമെന്നാണ് ജീന നമുക്ക് അറിയാൻ കഴിയുന്നത്. ആന്റണി രാജു ഇപ്പോൾ തിരുവനന്തപുരത്തില്ല, അദ്ദേഹം എറണാകുളത്താണെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഒരുപക്ഷെ ഹൈക്കോടതിയിൽ അദ്ദേഹത്തിന്റെ അഭിഭാഷകന്റെ ഓഫീസിലോ മറ്റോ കാണേക്കാം. അങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. തിരുവനന്തപുരത്ത് ഇല്ല എന്നാണ് അദ്ദേഹം ഫോൺ എടുക്കുന്നില്ല. അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആൾക്കാരോട് സംസാരിക്കുമ്പോഴും അങ്ങനെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ 23-ാം തീയതി വരെയാണ് നോമിനേഷൻ നൽകാനുള്ള അവസാന തീയതിയായി കണക്കാക്കാൻ കഴിയുക. ഇന്ന് 17ആണ് തീയതി. 23 എന്ന് പറയുമ്പോൾ ഇനി 6 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. ഇതിപ്പോൾ സിംഗിൾ ബെഞ്ചിന്റെ വിധിയാണ്. ഡിവിഷൻ ബെഞ്ചിലേക്ക് പോകാം, അല്ലെങ്കിൽ സുപ്രീം കോടതിയിലേക്ക് പോകാം. ഡിവിഷൻ ബെഞ്ചിലേക്ക് പോയാലും അടിയന്തര പ്രാധാന്യത്തോടു കൂടി അത് പരിഗണിക്കുമോ എന്ന കാര്യത്തിൽ സംശയം നിലനിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ സുപ്രീം കോടതിയിലേക്ക് പോകണം. സുപ്രീം കോടതിയിൽ പോയാലും അത് വൈകാൻ തന്നെയാണ് സാധ്യത. 6 ദിവസത്തിനുള്ളിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചില്ല എന്നുണ്ടെങ്കിൽ തിരുവനന്തപുരം സീറ്റിൽ പിന്നെ സ്ഥാനാർത്ഥി ഇല്ലാതാകും. അങ്ങനെ ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ CPM നേതൃത്വത്തിന് ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തെ മാറ്റി മറ്റൊരാളെ മത്സരിപ്പിക്കണമെന്ന താല്പര്യമൊന്നുമില്ല. അത് ഈ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ ആദ്യഘട്ടം മുതൽ തിരുവനന്തപുരം സീറ്റ് ഏറ്റെടുക്കണമെന്ന ആവശ്യം തിരുവനന്തപുരം ജില്ലാ നേതൃത്വം മുന്നോട്ട് വെച്ചപ്പോഴെല്ലാം
CPM-ന്റെ സംസ്ഥാന നേതൃത്വം പറഞ്ഞത് അത് ഒരു സീറ്റും ആരെയിൽ നിന്നും ഏറ്റെടുക്കുന്നില്ല. അങ്ങനെ നേരത്തെ ഉണ്ടായിരുന്നത് എങ്ങനെയാണോ അതേപടി പോട്ടെ, ആരെയും സീറ്റ് ഏറ്റെടുക്കേണ്ടതില്ല എന്ന നിലപാടിലേക്കാണ് CPM നേതൃത്വം എത്തിച്ചേർന്നിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ആന്റണി രാജു നിരന്തരമായി CPM നേതൃത്വവുമായി കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ടായിരുന്നു. അദ്ദേഹം വലിയ പ്രതീക്ഷ അതിനകത്ത് പങ്കുവച്ചു. 3 ദിവസമാണ് ഈ കേസിന്മേൽ വാദം നടന്നത്, ഈ ഹർജി അപ്പീലിന്മേൽ വാദം നടന്നത്. ഇതിൽ 2 ദിവസം ഹൈക്കോടതിയിൽ നിന്ന് അനുകൂലമായ പരാമർശങ്ങൾ പോലും ഇതിനകത്ത് ഉണ്ടാവുന്നത് കണ്ടു. അതാണ് ഒരുപക്ഷെ ആന്റണി രാജുവിന് കൂടുതൽ പ്രതീക്ഷ നൽകിയത്. കോടതി ഒരു ഘട്ടത്തിൽ ചോദിക്കുകയുണ്ടായി, ഇദ്ദേഹം സ്വന്തം ആവശ്യത്തിന് വേണ്ടിയല്ലല്ലോ ആ തൊണ്ടി മുതലെടുത്ത് ഈ പ്രതിക്ക് കൊടുക്കുകയല്ലായിരുന്നോ ചെയ്തത്, അദ്ദേഹത്തിന്റെ ഭാഗത്ത് എന്താണ് ഇതിനകത്ത് തെറ്റ് എന്നൊരു ഘട്ടത്തിൽ ജസ്റ്റിസ് B. ജയചന്ദ്രൻ, അദ്ദേഹമാണ് ഇന്ന് കേസ് പരിഗണിച്ചത്, അദ്ദേഹം ഒരു ഘട്ടത്തിൽ അങ്ങനെ ചോദിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അത് ആന്റണി രാജുവിന് വലിയ പ്രതീക്ഷയായിരുന്നു. CPM നേതൃത്വവുമായി ഉപേക്ഷിച്ച് ചർച്ച നടക്കുന്ന ഘട്ടങ്ങളിലെല്ലാം അദ്ദേഹം പറഞ്ഞിരുന്നത് കേസിന്റെ വിധി അനുകൂലമായി വരും എന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് ആ സീറ്റ് ഒഴിച്ചിട്ടത്. ഇനി എന്ത് വേണം എന്നുള്ളത് ഇന്നത്തോടു കൂടി തന്നെ അതിനകത്തൊരു തീരുമാനമാകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ജീന, ഏതായാലും ആ സീറ്റിന്റെ കാര്യത്തിൽ ഇന്ന് തന്നെ ഒരു തീരുമാനം ഉണ്ടാകും. തൊണ്ടിമുതൽ കേസിൽ മുൻമന്ത്രി ആന്റണി രാജുവിന് തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ്. ശിക്ഷാവിധി മരവിപ്പിക്കാൻ കോടതി തയ്യാറായില്ല. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും അദ്ദേഹത്തിന് കഴിയില്ല. വിശദാംശങ്ങളാണ് മുഹമ്മദ് റഫീഖും MK ഷുക്കൂറും സിജോ വി ജോണും സെയ്ഫ് സെനുലാബ്ദീൻ നൽകിയത്.